ഗസ്റ്റ് തവിയും കൊണ്ട് അടിച്ചാണോ ഗസ്റ്റിനെ വെൽക്കം ചെയ്യുന്നത് നിങ്ങള്? ആക്ച്വലി ചേച്ചി ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്ന വേറൊന്നിനു വേണ്ടിയല്ല. ഞാനിപ്പോ നാട്ടിൽ പോയതുകൊണ്ട് ഞാനും ആലീസും കൂടെ ബ്രിസ്റ്റോളിൽ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ സെയിം ഡേ ചേച്ചിയും ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബസ് സ്റ്റേഷനിലോട്ട് പോവാ, ഞാൻ അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു ഓക്കെ ചേച്ചി വെയിറ്റ് ചെയ്യും, ഞങ്ങൾ ഇപ്പം വരാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു ചായക്കടയിൽ കയറി ചായയും കുടിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു വരുന്നില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി അതാ പൊക്കോ, ഞങ്ങൾ പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നോളാന്ന്. അപ്പൊ ആ ഒരു ദേഷ്യത്തിലാണ് പുള്ളിക്കാരി ഈ കിടന്ന് ഇളകുന്നത്. നമുക്ക് വലിയ കിച്ചൺ അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് ഓർത്താ. പക്ഷെ അതിന് മുന്നേ ഇവിടെ ഒരാൾ ഞങ്ങളെ റൂം കാണിക്കാനും എല്ലാം റെഡി ആയിട്ടിരിക്കുക. നൈസ്. ഇതാണോ ജയറ ഞങ്ങളുടെ റൂം? ജയറയ്ക്ക് മിറർ ആര് വാങ്ങിച്ചു തന്നു? മേക്കപ്പ് ബോക്സ് നീ പറഞ്ഞതുപോലെ തന്നെ. സന്തോഷാണല്ലോ കൂട്ടാ. മക്കളെ നിങ്ങൾ എപ്പോ പോയാലും ലൈറ്റ് ഓഫ് ചെയ്യണം കേട്ടോ. വലിയ വീടാ, കറണ്ട് ബില്ല് ഒത്തിരി വരും. പപ്പായും മമ്മിയും തന്നെയല്ലേ എല്ലാം അടയ്ക്കുന്നേ. എന്റെ വീടാ 8 ദിവസമായി കണ്ടിട്ട്. കുഞ്ഞ് ഞങ്ങളെ എത്ര ദിവസമായി കണ്ടിട്ട്? 1 ദിവസം അല്ല 1 വീക്ക്. ഇതെന്നാ പറ്റി? മിസാലിസ് കാണൂ മിസാലിസ്. എടി ഒരാഴ്ചത്തെ വിശേഷം പറയാനുണ്ട്. ആലിസ് ചേച്ചിയുടെ കൈക്ക് എന്താ പറ്റിയെന്ന് കുഞ്ഞ് ചോദിച്ചോ? ചേച്ചിയുടെ കവർ പിടിക്കാതിരിക്കാൻ ബാൻഡേജും ചുറ്റിക്കൊണ്ട് വന്നേക്കുവാ. എന്താന്നറിയാമോ അത്? അവർക്കറിയാം. അവർക്ക് എടി ആലീസ് നീ മറന്നുപോയോടി? അയ്യോ ഷൂ ഊരിയില്ല ഞാന്. ഓ ഐ ആം സോറി. അവൾ എന്റെ കവർ പിടിക്കാതിരിക്കാൻ കൈയും കെട്ടി വെച്ചോണ്ടാ വന്നേ. അത് എപ്പം തൊട്ട് അഴിഞ്ഞു കിടക്കുമെന്ന് അറിയാവോ ചേട്ടാ? സൂപ്പറാ. പൗണ്ട്ലാൻഡ് മിസ് ചെയ്തോ ഞങ്ങളെ? മിസ് ചെയ്തോ ഞങ്ങളെ? മിസ് ചെയ്തോ? ഒത്തിരി മിസ് ചെയ്തു. കുഞ്ഞ് എന്നും വിളിച്ചിട്ട് പറയായിരുന്നു ഒത്തിരി മിസ് ചെയ്തു, ഒത്തിരി മിസ് ചെയ്തു. വിളിക്കാൻ പറയാം. എന്നിട്ട് മമ്മി എപ്പോഴാണ് സംസ് കാണുകയും പറയാൻ തരുന്നില്ല. മമ്മിയോട് ചോദിക്കാമേ. കുഞ്ഞ് പരാതി എല്ലാം പറയുക കേട്ടോ വന്നപ്പോൾ. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാം. പുതിയ വീടാണ്, നമുക്ക് വീടിൻ്റെ ഒക്കെ വീഡിയോ നമുക്ക് രാവിലെ എടുക്കാം. കാരണം ഇപ്പോൾ ഇത്ര രാത്രി ആയില്ല, ഇനി ചേച്ചിക്ക് നാളെ ഡ്യൂട്ടിക്കും പോകണം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് താഴെ പോയി വിശേഷം പറഞ്ഞു കാര്യം പറയാൻ ചേച്ചി ഇന്ത്യയിൽ പോവാ. ഇന്ത്യയിലാ മെറിൻ ചേച്ചി ഇന്ത്യയിൽ പോവാ. അപ്പൊ മെറിൻ ചേച്ചി ഷോപ്പിങ്ങിന് വന്നതാ അല്ലേ? മെറിൻ ചേച്ചി ഇന്ത്യയിൽ പോവാ. ഇങ്ങോട്ട് നിൽക്കാൻ വന്നത്. നമ്മള് ഇന്ത്യയിൽ പോകുമ്പോ മിസ് ചെയ്യാതെ. ഇന്ത്യയിൽ പോകുമ്പോ മിസ് ചെയ്യാതെ അതുകൊണ്ട് ഇച്ചിരി നേരം കുഞ്ഞിന്റെ കൂടെ നിക്കാനായിട്ട് വന്നതാ. അപ്പൊ എന്താണെങ്കിലും നമുക്ക് താഴെ പോവാ. ഓക്കെ അവിടെ ചെന്ന് പറ ഗായ്സ് ഞങ്ങൾ വരുന്നുണ്ടെന്ന്. ഗായ്സ് ഞങ്ങൾ വന്നു. ഓ മമ്മി ഇവിടെ കളിക്കുവാടാ, പപ്പ കിച്ചണിലാ. അപ്പൊ ഇവിടെ എല്ലാരും കുക്കിങ്ങിന്റെ തിരക്കിലാണ്. അമ്മയും മോളും കൂടെ ഒരുമിച്ചുള്ള കുക്കിംഗ്. കുട്ട നേരത്തെ വീടല്ലേ കേട്ടോ. ചേച്ചി ഇവിടെ ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. ചേച്ചി വന്നപ്പോഴത്തേക്കും ചേട്ടൻ ഹാൻഡ് ഓവർ കൊടുത്തു. ചേച്ചിക്ക് ഒരു കോൾ ഇടയ്ക്ക് വന്നതുകൊണ്ട് ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോന്നു. എന്താ മോനെ? അയ്യോ നമ്മുടെ ഇവിടെ എല്ലാം ആരാ മോനെ ഇത്രയും വൃത്തികേടാക്കിയത്? വാ നമുക്ക് വൃത്തിയാക്കാം. കുഞ്ഞല്ലേ വീടെല്ലാം? ജയറക്കുട്ടി ഉണ്ടല്ലോ വീടെല്ലാം വൃത്തിയാക്കുന്ന കുഞ്ഞാ. എപ്പോഴും ഓൾവേസ് 10,000 വീക്സും കുഞ്ഞ് വൃത്തിയാക്കും. ഞാൻ ചിക്കൻ ടേസ്റ്റ് ചെയ്യട്ടെ. ആരുണ്ടാക്കിയ ചിക്കൻ? സ്വാഭാവികം. തിന്നുമ്പോഴേ അറിയാലോ. അങ്ങനെ പറയല്ലേ. നല്ല കുഞ്ഞാത്.
ഡസ്റ്റ്ബിൻ ഇടണേ. ഇത് താഴെ പോയിടാ ഒരെണ്ണം. ആരെടുക്കുന്നേ? ഈ വീട് എപ്പോഴും വൃത്തിക്ക് ഇടണം കേട്ടോ. ആ 5 മണിക്കൂറായി, ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ വരുന്ന സ്ത്രീ തന്നില്ല ഇതുവരെ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വരുന്നു തന്നെ ഉണ്ടാക്കുക കുടിക്കാൻ. അങ്ങനെയൊക്കെ ആയിരുന്നു പ്ലാന്. ചായ. അപ്പൊ നമ്മൾ കുറെ നേരം ഇരുന്ന് എല്ലാരും കൂടെ സംസാരിച്ചു. ഇനിയിപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. കാരണം ചേച്ചി ഇവിടെ പകുതി ഉറക്കമായി സംസാരിച്ച് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു വന്നുകൊണ്ട് ടയേർഡായി. അപ്പോൾ നമ്മൾ ഡിന്നർ എല്ലാം കഴിഞ്ഞു. ചേട്ടനും പിള്ളേരും ആദ്യം തന്നെ പോയി കിടന്നു. അപ്പോൾ ഞങ്ങളും ലൈറ്റ് ഓഫ്. ചേച്ചി ലാപ്ടോപ്പ് ഇത് തലയും കുത്തി നിൽക്കുന്നു. അവിടെ നിന്നോട്ടെന്ന്. രാവിലെ താഴെ വീഴുണ്ട്. ഓക്കെ, അപ്പോൾ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ രണ്ടുപേരും ബഹളം കേട്ടാണ് എഴുന്നേറ്റ് സ്കൂളിൽ പോകാനായിട്ട് റെഡിയാകാൻ നിൽക്കുക. ചേച്ചി രാവിലെ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ ചേട്ടന് ഇവിടെ ഉണ്ട്. ചേട്ടന് ഇന്ന് പോകണ്ടായിരുന്നു, വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ചേട്ടന് രാവിലെ അവരെ റെഡിയാക്കി വിടാനുള്ളൊരു തത്രപ്പാടില്ല. അപ്പോൾ ഒരുങ്ങിക്കോ, നമുക്കിനി ഒരുങ്ങിയിട്ട് കാണാം അല്ലേ? യെസ്. ഇവിടെ എല്ലാവരും കൊച്ചു പിള്ളേർ വരെ ഓടുന്നു. അതെ, ഇവിടെ ഒരുത്തി ഇപ്പോഴും കിടന്ന് പോത്ത് പോലെ ഉറങ്ങുക. ഇവിടെ നമുക്ക് പുറത്തോടെ നോക്കുമ്പോൾ നല്ല വ്യൂ. അയ്യടാ, ഇവിടെ നല്ല വ്യൂ ആണ്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഇതും ഇവിടുത്തെ ഹൗസ് വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവിടെ രണ്ടുപേരും സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓ, ഈ ബ്ലൂ കളർ മറ്റേതിനേക്കാളും ഒത്തിരി നല്ല. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. നേരത്തെ പഠിച്ച സ്കൂളിലായിരുന്നെങ്കിൽ ടാക്സിക്ക് എത്രയായിട്ട് 15 മിനിറ്റോളം അല്ലേ? 10 മിനിറ്റ്. മിൽട്ടൺ പാർക്കിൽ 10 മിനിറ്റ് ടാക്സി വണ്ടിക്ക് പോകണം. കാറിന് പോകണമെങ്കിൽ 10 മിനിറ്റ് എടുക്കുമായിരുന്നു. ഇത് 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. രണ്ടുപേരും പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ആയി സ്കൂളുമായിട്ടും. ഇല്ല ജെയ്മി? അപ്പോൾ നമ്മൾ പിള്ളേരെ എല്ലാം സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ചേട്ടനൊക്കെ കാർ പാർക്കിങ്ങിനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അലൊക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, ഫ്രീ ആയിട്ട് ഉള്ളിടത്ത് നമുക്കിടാം. അപ്പോൾ അവരുടെ 2 കാറും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ 2 എണ്ണം. അതുപോലെ ഫ്രണ്ടിൽ ഒരു പാർക്ക്, ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഓ, എന്നെ കയറ്റാതെ ഒരു കഥ കടച്ചു. ഫ്രണ്ട് വ്യൂ ഇതാണ്. അപ്പോൾ ഈ ഒരു ഇത്ര പോർഷനാണ് നമ്മുടെ വീട്. ഈ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമ്പോൾ ഇല്ലേ, എനിക്ക് മറ്റേ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ്റെ ചെയ്തില്ലായിരുന്നു, ആ ഒരു ഓർമ്മയാണ്. കാരണം നല്ലൊരു വീടാണ്. അതുപോലെ ഇച്ചിരി ഫ്രണ്ടിൽ സ്പേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇത് 2 ഫ്ലോറാണ്. ഇതൊരു ഗ്രൗണ്ട് ഫ്ലോറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ്റൂംസ് ഒന്നുമില്ല. എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കോറിഡോർ പോലെ എത്ര സ്പേസ് ഉണ്ട്. ഇവിടെ ജാക്കറ്റും കാര്യങ്ങളെല്ലാം ഹാങ് ചെയ്യാനും ഷൂ റാക്ക് വെക്കാനുള്ള സ്പേസ് അങ്ങനെയുണ്ട്. ഇതിൽ നമ്മൾ മേലോട്ട് പോകുമ്പോഴാണ് ബെഡ്റൂംസ് എല്ലാം. അത് നമുക്ക് പിന്നെ വരാം. പിന്നെ ഇവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ ലിവിങ് റൂമിലോട്ടാണ്. അപ്പോൾ സോഫയെല്ലാം ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ TV എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇപ്പോൾ പിള്ളേർ അവിടെ നിന്ന് കളിക്കുവാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് നോക്കിയാൽ മതി, എല്ലാം കാണാം, നമുക്ക് സേഫാണ്. പിന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ സെപ്പറേറ്റ് ഏരിയ പോലെ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളും എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഇരുന്നാലും ഗസ്റ്റ് വന്നിരുന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതൊന്നും കാണുന്നില്ല അല്ലേ, ഒരു പ്രൈവസി ഉണ്ട്. പിന്നെ ബാക്ക് യാർഡിൻ്റെ ആണ് കാണുന്നത്, നമുക്കത് പുറത്തോട്ട് ഇറങ്ങി കാണാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കിച്ചണിന് മുന്നേ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും സ്റ്റോറേജാണ്. അപ്പോൾ ഈ കിച്ചണിലോട്ട് വരുവാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണ്. മറ്റേ വീട്ടിലെ ചെറിയൊരു കിച്ചണായിരുന്നു. ചേച്ചി വേറെ ഇപ്പോൾ ചേട്ടനും കൂടെ നിന്നാൽ പിന്നെ ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റില്ല, സ്പേസ് തീരെ കുറവായിരുന്നു. പക്ഷെ ഇവിടെ നല്ല നമ്മുടെ നാട്ടിലെ പോലത്തെ കബോർഡ്സ് ഒക്കെ ആണെങ്കിലും ഒത്തിരി ഉണ്ട്. നമുക്ക് എല്ലാം എടുത്ത് അകത്ത് കയറ്റി വെക്കാം. നല്ലൊരു കിച്ചൺ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ഉള്ളിലെ സെറ്റിങ്സും പൊളിയാണ് കേട്ടോ. നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ഞാൻ കാണിച്ചില്ലേ, ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നത്. ഇത് കിച്ചൺ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ കുറച്ചൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫ്രിഡ്ജ് വെക്കാനും ഒക്കെയുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ആ സ്പേസും കൊണ്ട് തീർന്നില്ല, നമുക്ക് ഇവിടെ വേറൊരു സ്റ്റോറേജ് കൂടെ ഉണ്ട്. ഇച്ചിരി വലിയ സ്റ്റോറേജ് റൂമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എടുത്ത് അടുക്കി പറക്കി വെക്കാനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചേച്ചിയൊക്കെ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവർ കൊണ്ടുവന്ന പല സാധനങ്ങളും ഇപ്പോഴും ബോക്സിലിരിക്കുന്നതേ ഉള്ളൂ. രണ്ടുപേരും വർക്കിംഗ് ആ, പിള്ളേരുടെ കാര്യം നോക്കണം. എന്നിട്ടും അവർ മാക്സിമം ഇത്രയും അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ എന്നാലും കുറച്ചുകൂടെ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒത്തിരി സ്റ്റോറേജ് ഇവിടെ ഉണ്ട്, അതിനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലും പിള്ളേർ വലിച്ചു വാരിയെല്ലാം ഇട്ടാലും ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്ക് എല്ലാം സ്റ്റോറേജിലോട്ട് എടുത്ത് ഇടാം. അതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ. പിന്നെ നമ്മൾ കിച്ചണിൻ്റെ ഈ ഒരു സ്പേസിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ബാക്ക് യാർഡ്. ഓ സർപ്രൈസ്!
ഇവിടെ എനിക്കും ആലീസിനും ഇരിക്കാനുള്ള ചെയർ, ചേച്ചിക്കും ചേട്ടനും പിള്ളേർക്കും ഇരിക്കാനുള്ള സ്പേസ്. അപ്പൊ നമ്മൾ ആ ഡൈനിങ് ടേബിളിന്റെ അവിടെ നോക്കിയപ്പോൾ ഈ ഒരു ഏരിയ ആണ് നമ്മൾ കണ്ടത്. ഓരോരുത്തരും വീഡിയോയിലൊക്കെ ഈ ഗ്രില്ല് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു നമുക്ക് എന്താ അങ്ങനത്തെ സ്പേസ് ഉള്ള വീടും കാര്യങ്ങളും ഒന്നും കിട്ടാഞ്ഞേ. ഇപ്പൊ ഇവർക്ക് കിട്ടിയപ്പോഴാണ് സമാധാനമായത്. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് നല്ല വീട് കിട്ടണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. സൂപ്പർ വീടാണ്. ഞങ്ങൾ ഇന്നിവിടെ താമസിക്കുകയും ചെയ്തു. എനിക്ക് സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല, പക്ഷെ എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്, പോയേ പറ്റൂ. കുഞ്ഞുങ്ങൾ അവിടെ കളിക്കുന്നതൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് കാണാം. അല്ലെങ്കിൽ നമ്മൾ ഡോറ് തുറന്ന് നമുക്ക് ഒരു ചെയർ ഇട്ട് വെളിയിലിരുന്നാലും പിള്ളേർ കളിക്കുന്നതൊക്കെ ആണെങ്കിലും ശ്രദ്ധിക്കാം. ഇപ്പോൾ ചേട്ടനാണെങ്കിലും മിക്ക ദിവസവും വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ 2-3 ദിവസം ജോലിക്ക് പോയേച്ചാൽ മതി. അപ്പോഴാണെങ്കിലും പിള്ളേരെ സേഫായിട്ട്, പിള്ളേർക്ക് വെക്കേഷൻ ആണെങ്കിലും ചേട്ടന് ജോലിയും ചെയ്യാം, പിള്ളേരെ നോക്കുകയും ചെയ്യാം. ചേച്ചിക്ക് 8 to 5, 8 to 4 ഡ്യൂട്ടിയാണ്. അപ്പോൾ ചേച്ചിക്ക് മൺഡേ ടു ഫ്രൈഡേ, ചേച്ചി ഇപ്പം ബാൻഡ് 6 ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ആ സമയം ചേട്ടനുണ്ടെങ്കിലും അവർക്കത് അവരുടെ 2 പേരെ പിള്ളേരുടെ കാര്യവും നടക്കും, അവരുടെ കാര്യവും നടക്കും. അപ്പോൾ അത്രയും ഒരു നല്ലൊരു സറൗണ്ടിങ് ആണ് അവർക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഇത് റെന്റഡ് ഹൗസ് ആണ്. നമുക്ക് എഗ്രിമെന്റ് ഉണ്ട് ഇത്ര മാസത്തേക്കിന്. അത് കഴിഞ്ഞ് വീട് വാങ്ങിക്കണം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയാൽ നല്ലതായിരുന്നു. അപ്പോൾ ഇവിടെ ബ്രിസ്റ്റോളിലൊക്കെ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം അവർക്ക് എത്ര സ്ട്രഗിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് മേളത്തെ ഫ്ലോറിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഈ താഴത്തെ ഫ്ലോറിൽ ലിവിംഗ് റൂം, പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ, പിന്നെ നമ്മുടെ കിച്ചൺ, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റോപ്പായി. ഇത് ഞാൻ കാണിച്ചില്ല. ഇത് നമ്മൾ കയറി വരുന്നതിൻ്റെ ഇവിടെ ആയിട്ട് വേറൊരു സ്റ്റോറേജ്. ഇത് രണ്ടും ഓപ്പൺ ചെയ്യാം. ഇവിടെ മേളിലും സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു വീട്ടിൽ ഒത്തിരി സ്റ്റോറേജിനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി മേളിലോട്ട് ചെല്ലുന്നിടത്താണ് നമ്മുടെ ടോയ്ലറ്റും ബെഡ്റൂംസും എല്ലാം. അപ്പോൾ നമ്മൾ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കുറേ ഡോറുണ്ട്. എനിക്കിവിടെ നമ്മുടെ റൂമിൽ ഇതൊരു എന്താ പറയുക, നാട്ടിലെ ഫീൽ ഉള്ളൊരു ഡോറ് പോലെ തോന്നുന്നല്ലേ, എനിക്ക് തോന്നുവാണോ എനിക്കറിയില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ഡോർസ് കാണും. നമ്മൾ ഓർക്കും അതെല്ലാം ബെഡ്റൂമാണ്. നല്ല, ഞാൻ ഫസ്റ്റ് ലൈറ്റ് ഇടട്ടെ, അതെല്ലാം ബെഡ്റൂംസ് അല്ല. ഈ കാണുന്നത് വലിയ ബെഡ്റൂമാണ്, പക്ഷെ ബെഡൊന്നും അസംബ്ലി ചെയ്തിട്ടില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. ഞാൻ ദൂരേന്ന് കാണിച്ചു തരാം. ഇതൊരു റൂം, ചേച്ചിയുടെയും ചേട്ടൻ്റെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു കുഞ്ഞൊരു റൂം, കുട്ടി റൂം. അവർക്കിത് മതിയല്ലോ. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ കിടന്നതിൻ്റെ കോലാഹലങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ തന്നെ ഈ കാണുന്നത് ഒരു ഓഫീസ് റൂം പോലെ, അല്ലെങ്കിൽ ഇത് ആക്ച്വലി ബെഡ്റൂമാണ്. നമുക്ക് ഓഫീസ് റൂം പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നോക്കാകുന്നില്ല. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ ബെഡ് ഇട്ടിട്ടില്ല. ചേച്ചിയുടെ അച്ഛൻ്റെ ഫാമിലി വരുമ്പോഴും അവർക്കത് ബെഡ് ഇട്ടൊരു ബെഡ്റൂം ആക്കി സെറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം യൂഷ്വലി ഇല്ലേ നമ്മളിപ്പോൾ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീടും അതാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒന്നും ഒതുക്കി വെക്കാനുള്ള സ്ഥലം ഇല്ല അവിടെ. അതുപോലെ ഞാൻ കുറെ വീടൊക്കെ പോയി കണ്ടിട്ടുണ്ട്, ചിലയിടത്തുണ്ട് ചിലയിടത്തില്ല. പക്ഷെ ഇവിടെ നല്ല സ്റ്റോറേജ് ആണ്. പിന്നെ ഈ കാണുന്നതാണ് ഈ ഒരു ഓഫീസ് റൂം ആക്കാൻ പറ്റുന്ന പോലത്തെ റൂമിൻ്റെ അടുത്ത് കാണുന്നതാണ് നമ്മുടെ ടോയ്ലറ്റ്. ഇപ്പോൾ ടബാണ്. ഓക്കെ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിയൊരു ടോയ്ലറ്റ്. പിന്നെ ഈ ബെഡ്റൂംസ് ആണ് ആദ്യം കാണിച്ചത്. പിന്നെ ഈ കാണുന്ന ഡോർ എന്ന് പറഞ്ഞാൽ എഗെയിൻ സ്റ്റോറേജ്, ബോയിലറൊക്കെ വെച്ചിരിക്കുന്നതാണ്. നമുക്കിവിടെ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. അങ്ങനെ സൂപ്പർ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടാണ്. ആക്ച്വലി ഇങ്ങനെ വേണം, കാരണം ഇവർ തന്നെയുണ്ട് 4 പേര്. പിന്നെ ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഫാമിലിയെ കൊണ്ടുവരാനും നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും സ്പേസ് ഇല്ലാത്തൊരു റൂമാണ് കിട്ടുന്നതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പിന്നീട് ആകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ എന്താ പറയുക, എടുക്കുമ്പോൾ ഇത്ര ഒരു 3 ബെഡ്റൂം അല്ലെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ളത് എടുക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. കിട്ടിയ ഭാഗ്യം. അപ്പൊ നമുക്ക് ചേട്ടന് താഴെ ഇരിപ്പുണ്ട്. ചേച്ചി രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ചേച്ചിക്ക് ലീവ് അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. പിള്ളേരെ ഓസ്കി ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ചേച്ചിക്ക് രാവിലെ പോകണമായിരുന്നു. ഞങ്ങൾ കണ്ടുപോലും ഇല്ല ചേച്ചി പോകുന്നത്, ഞങ്ങൾ എഴുന്നേറ്റില്ലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ ഞങ്ങളെ ഷോപ്പിലോട്ട് വിടും. ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മള് ചായ എല്ലാം കുടിക്കാനായിട്ട് ഇവിടെ ഇരുന്നു. അപ്പം ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം ഇവിടെ എങ്ങനെയാ വീട് കിട്ടിയെന്ന്. കാരണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴാണെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒരു ദിവസം ഞാൻ റോഷ്നി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് ബ്രിസ്റ്റോളിൽ നിന്ന് വന്ന് എൻ്റെ കൂടെ താമസിച്ചപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം
ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജാ, ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്കൊരു വീട് ബ്രിസ്റ്റോളിൽ റെഡി ആക്കി തരാമെന്ന്. പക്ഷെ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ അത്രയും ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഒരു വീട് കിട്ടാനായിട്ട്. കാരണം അവര് തന്നെ ചിന്തിച്ചാൽ അറിയാം, ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു വീട് സെറ്റാക്കി കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ, അത് ഒത്തിരി ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ആ അത്രയും നീഡ് അവർക്കുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനകം എല്ലാം സെറ്റായിട്ട് കിട്ടി. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ഞങ്ങളുടെ ഇവിടെ വീട് ഇവിടെ നോർമൽ ഒരു ഏജൻസി വീട് കൊടുക്കുമ്പോൾ അവരുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ ഇൻകം, രണ്ടുപേരുടെ സാലറി, ഒരാളുടെ സാലറിയുടെ 30% കൂടുതൽ അവര് നമ്മുടെ വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഏജൻസിക്കാർ സമ്മതിക്കത്തില്ല. അവർ വിചാരിക്കുന്ന 30% കൂടുതൽ സാലറി നമ്മുടെ വീടിന് വേണ്ടി എടുത്താൽ അങ്ങനെ ഒരാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെയുള്ള ആളുകളെ അവർ ആദ്യമേ മാറ്റി നിർത്തും. ബ്രിസ്റ്റോളിലുള്ള വീടുകളിലെല്ലാം റേറ്റ് എന്ന് പറയുന്നത് 1000 പൗണ്ടിൽ താഴോട്ട് ഇല്ല. ഇപ്പൊ 1000 പൗണ്ടിൽ താഴോട്ട് മന്ത്ലി റേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനോട്ട് മേളിൽ വരുമ്പോൾ നമ്മുടെ സാലറിയും അവർ അതനുസരിച്ചിട്ട് വേണം. 1000 പൗണ്ട് 30% ആയിട്ട് വരുമ്പോൾ തന്നെ 1000 പൗണ്ട് 30% കൂടുതലായിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടുപേരുടെ സാലറി നോക്കിയിട്ടുള്ള ആളുകളെയാണ് അവർ നോക്കുന്നത്. രണ്ടുപേർക്കും, അതായത് ഹസ്ബൻഡും വൈഫൂടാണ് വീട് എടുക്കുന്നതെങ്കിൽ അവര് എന്ത് ചെയ്യും, രണ്ടുപേരുടെ ആനുവൽ സാലറി ആഡ് ചെയ്തിട്ട് ഗ്രോസ് എമൗണ്ട് വെച്ച് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ സാലറി ആർക്കാണോ ഉള്ളത് അവരതായിരിക്കും അവരുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് മെയിൻ ആയിട്ട് കാണുന്നത്. രണ്ടാമത്തെ ക്രൈറ്റീരിയ ആണ് പലതും കുഞ്ഞുങ്ങളുള്ളവർക്ക് കൊടുക്കത്തില്ല, അല്ലെങ്കിൽ പെറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കത്തില്ല. അതൊക്കെ 2-3 ക്രൈറ്റീരിയാസ് ആയിട്ടാണ് സാധാരണ വീടുകളെല്ലാം നോക്കുമ്പോൾ വരുന്നത്. ഇപ്പൊ ഒരു വീട് നോക്കാനായിട്ട് ഒരാൾ പോവുകയാണ് എങ്കിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് രണ്ടുപേർക്കും പെർമനന്റ് ജോലി ആയതിനു ശേഷം ആയിരിക്കണം ഈ ഒരു നിലയിൽ സാലറി അല്ലെങ്കിൽ മന്ത്ലി റേറ്റ് കൂടുതലുള്ള വീടുകൾ നോക്കണ്ടേ. ഈ വീടിന് നമുക്ക് നോക്കിയാൽ ഒരു 1250 ആണ് ഇവിടുത്തെ റെന്റ് വരുന്നത്. 3 ബെഡ്റൂം ഉണ്ട്. ആ വീട് കണ്ടല്ലോ, ഒരു 3 ബെഡ്റൂം ഒരു ബാത്റൂമേ ഉള്ളൂ. അപ്പം അതാണ് ഈ വീടിന്റെ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഹോളും കിച്ചണും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവിടെ ലിവിംഗ് റൂമിൽ ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു ഡിസ്റ്റർബൻസ് വരാത്ത പോലെ നമുക്ക് ഒരു പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു വീട്ടില്. ഇപ്പൊ ചേച്ചിക്കാണെങ്കിലും കിച്ചണിൽ ഇരുന്ന് കുക്ക് ചെയ്യുമ്പോൾ ആരിലോട് വന്നിരുന്നാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ പഴയ വീട്ടിൽ അങ്ങനെ അല്ലായിരുന്നു. ഒരു ചെറിയൊരു കിച്ചണിക്ക് തിരിഞ്ഞു നിന്നിട്ട് വേണമായിരുന്നു കുക്ക് ചെയ്യാന്. അവിടെ നമുക്ക് പോലും ചെല്ലുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് തോന്നാറില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം അവിടെ സ്ഥലം ഇല്ല, ഒരു സാധനം എടുത്താൽ വെക്കാൻ സ്ഥലമില്ല. ഞാൻ താമസിക്കുന്ന കിച്ചണേക്കാട്ടിലും എനിക്ക് സ്പേസ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വന്നപ്പോ ആ എല്ലാ കുറവും മാറി. ഇവിടെ ഞാൻ പറഞ്ഞത് തന്നെ, ഒരു വീട് എടുക്കുമ്പോൾ രണ്ടുപേരുടെ പേരിൽ രണ്ടുപേരും പെർമനന്റ് ആയിട്ട് ജോബ് ഉണ്ടെങ്കിൽ, ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ഈസിയാണ് കിട്ടാൻ. എന്നാലും ചില സമയത്ത് പെർമനന്റ് ജോബ് കിട്ടാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ളവർ വരുമ്പോഴും ഹസ്ബൻഡിനെ കൂടെ ചേർത്ത് വെക്കാതെ വേറൊരു ഒരാളെ കൂടെ വീട്ടിലെ ഷെയറിങ് എല്ലാം ചെയ്തുകൊണ്ട് ആ രണ്ടുപേരുടെ പേര് ടെനൻസിക്കകത്ത് വരുമ്പോൾ അപ്പൊ രണ്ടുപേർക്കും ഒരു 30,000 വെച്ച് സാലറി ഉണ്ടെങ്കിൽ 60,000 ആയല്ലേ. അപ്പൊ 60,000 ഉള്ള ഒരാൾക്ക് അവർ വീട് കൊടുക്കും. പിന്നെ ഏജൻസിയുടെ ഇതാണ് 2 ടൈപ്പ്. അതായത് ഒന്ന് ഹസ്ബൻഡും വൈഫും ഉള്ളവർക്കായിരിക്കും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിൽ കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ട്. അങ്ങനെ ഏജൻസിയെ ഇത് ചെയ്തിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ കേസിൽ വന്നപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പെർമനന്റ് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ഡയറക്റ്റ് കൊടുത്തപ്പം ഞങ്ങൾക്ക് ആദ്യം ഈ വീട് തന്നെ കുറെ ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇപ്പം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എന്നാലും റെഫർ ചെയ്ത് ആ ഏജൻസി തന്നെ അവർ മലയാളികളോട് കുറച്ചുകൂടെ അവർ താല്പര്യം ഉണ്ടെന്നുള്ള ഒരു ഏജൻസി. കാരണം ഇവരെ മലയാളികളെല്ലാവരും വീട് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് ഈ ഏജൻസിക്ക്. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഡേവിസ് ആൻഡ് വേ എന്ന് പറഞ്ഞ ഏജൻസിയിൽ നിന്ന്. അപ്പൊ അവർ കുറച്ചുകൂടെ മലയാളികളോട് കുറച്ചുകൂടെ അവർക്ക് താല്പര്യമാണ്. അപ്പൊ അവരങ്ങനെ വന്നപ്പോൾ മലയാളികളായിട്ടുണ്ട് ആയതുകൊണ്ട് ആകാം. പിന്നെ അതുപോലെ തന്നെ അതിൽ തന്നെ വേറെ വീട് എടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കൂടെ റെഫർ ചെയ്തപ്പോഴേ ഈ വീട് ഞങ്ങൾക്ക് കിട്ടിയത്. അവർ സെയിം ഏജൻസി തന്നെയാണ്. അപ്പം ആ ഒരു റെഫറൻസിങ് ഇതൊക്കെയായി. ഇപ്പം ഏജൻസി ഇതെടുക്കും. നമുക്ക് നമ്മുടെ ഒരു വീട് എടുക്കുമ്പോൾ ഉള്ള നോർമൽ പ്രൊസീജിയേഴ്സ് ഇവിടെ തന്നെയാണ്. നമ്മുടെ ലാസ്റ്റിലുള്ള ടെനന്റിനോട്ട് അവർ റെഫർ ചെയ്യും. നമ്മുടെ ഒരു വീട് എടുക്കുമ്പോൾ ഒരു കുറച്ച് 10-15 ദിവസം എന്തായാലും നമ്മളൊരു വീടിന് വേണ്ടി നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം, ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ നമ്മളൊരു ഇനിഷ്യൽ ഡെപ്പോസിറ്റ് കൊടുത്ത് 1 വീക്കിന് ഡെപ്പോസിറ്റ് കൊടുക്കും. എന്നിട്ട് അവർ റെഫറൻസിങ് ചെയ്യും. ആ റെഫറൻസിങ്ങിൻ്റെ അകത്തുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഇത് കൊടുത്തിട്ട് അവർ നമ്മുടെ ലാസ്റ്റിലുള്ള ടെനന്റിനെ കോൺടാക്ട് ചെയ്യും. നമ്മുടെ കമ്പനികളെ, നമ്മളിപ്പം രണ്ടുപേർക്കും ജോബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ രണ്ടിടത്തെ ഇമെയിൽ അഡ്രസ്സും കോൺടാക്ട് നമ്പറും കൊടുത്തിട്ട് അവർ നമ്മുടെ മാനേജേഴ്സിന് അവരെ മെയിൽ അയച്ചിട്ട് അവർ റിപ്ലൈ കൊടുക്കണം, ഇങ്ങനെ ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടുപേരുടെയും സാലറി സ്ലിപ്പ്, പലരും 3 മാസമാണ് ചോദിക്കുന്നത്. 3 മാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ സാലറി സ്ലിപ്പ്
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് അത് ഓരോ സ്റ്റേജ് ഇങ്ങനെ കഴിയും 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റേജസ് കഴിഞ്ഞാണ് നമുക്ക് ലാസ്റ്റിൽ വീട് നമുക്ക് കിട്ടുന്നത്. ഇൻ കേസ് ഏതെങ്കിലും റെഫറൻസിങ് സ്റ്റേജിൽ നമ്മൾ ഫെയിൽ ആയി പോയെങ്കിലും ചിലരാണെങ്കിൽ പൈസ റീഫണ്ട് ചെയ്യും, ചിലരുടെ അല്ല നമ്മൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ പറയും എനിക്ക് വീട് വേണ്ടെന്ന് പറഞ്ഞാൽ ആ കൊടുത്ത ഡെപ്പോസിറ്റ് അത് കിട്ടത്തില്ല. അപ്പൊ ഞങ്ങളുടെ ബന്ധത്തിൽ ഇത് തന്നെയായിരുന്നു പ്രൊസീജിയേഴ്സ്. ബിൽസ് ഇൻക്ലൂഡഡ് അല്ല ഇവിടെ? അല്ല, ബിൽസ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിസിറ്റിയും പ്ലസ് ഗ്യാസ് ഇവിടെ ബോയിലേഴ്സും ഒക്കെ റൺ ചെയ്യുന്നത് ഗ്യാസിലും, പിന്നെ ഇലക്ട്രിസിറ്റിയാണ് ഇപ്പൊ നമ്മുടെ സ്റ്റൗവും എല്ലാം ഇലക്ട്രിസിറ്റിയാണ്. ആ ഒരു 2 ടൈപ്പ് ചേർന്ന് ഒരു മന്ത്ലി ഒരു 150-നും 200-നും ഇടയ്ക്കാണ് പൗണ്ട്, അത്രയുമാണ്. കൗൺസിൽ ടാക്സ് അതൊരു കൗൺസിൽ ടാക്സ് ബി എന്നുള്ള ഒരു ഗ്രേഡ് ആണ് വരുന്നത്. അതൊരു എനിക്ക് ഇയർലി വരുമ്പം 1600 ആണ്, മന്ത്ലി വരുമ്പം അത് ഇപ്പൊ 12 months ആയിട്ടാണ് 160 10 months അപ്പൊ 160 ആ റേഞ്ചിലായിരിക്കും. ഞങ്ങളെല്ലാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്യുമെന്റേഷൻ പരിപാടികളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവര് ബ്രിസ്റ്റോളിലോട്ട് മാറണമെന്ന് തീരുമാനിച്ചിട്ട് ഒറ്റ വീട് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? വേറെ ഒന്നും നമ്മൾ നോക്കിയില്ല. അപ്പൊ നോക്കിയത് തന്നെ എന്താണെങ്കിലും ദൈവം സഹായിച്ച് കിട്ടി, നല്ല വീട്. ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പിള്ളേർ ഒത്തിരി ഹാപ്പിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള സ്പേസ്, ഇവിടെ ജയറയ്ക്ക് ചാടാനുള്ള സ്പേസ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഈ വീട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ചാടാമെന്നാണ് പറയുന്നത്. മറ്റേ വീട്ടിലെന്ന് പറഞ്ഞാൽ 2nd floor ആയിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ചാടാനൊന്നും പറ്റില്ല, താഴത്തെ ആൾക്കാർ കംപ്ലൈന്റുമായിട്ട് മേളി വരും. ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഓണം പ്രോഗ്രാമിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ അവർക്ക് ഡാൻസ് ഇഷ്ടമാണ്, തുള്ളിച്ചാടാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ അവർ വീഡിയോ എടുത്തിട്ട് മേളി വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടെന്ന് പറഞ്ഞ് ആ സൗണ്ട് കേൾക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിള്ളേർ ടോട്ടലി ഹാപ്പിയാണ്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ടാണ്, നമുക്ക് അല്ലെങ്കിൽ പകൽ സമയത്ത് ഇപ്പൊ ഡ്രസ്സ് എല്ലാം ഡ്രൈ ആകാനായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും ആ പാർക്കിൽ പോയി ഇരിക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ ആണ്. കാരണം ഞാൻ ഇങ്ങനെ പല വീഡിയോസിലും ഇതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രണ്ട് യാർഡും ബാക്ക് യാർഡും ഒക്കെയുള്ള വീടുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം നമുക്ക് കിട്ടിയതുപോലെ തന്നെ ആ ഒരു ഫീലിംഗ്. അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ വന്നിരിക്കാനും. ഞാൻ ആദ്യം താമസിച്ച ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഏകദേശം ഇതുപോലെയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു നല്ലൊരു വീട് ഇവിടെ വന്നിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ടൈം ഇതിപ്പോ ആദ്യമായിട്ട്. അപ്പൊ എനിക്കാണെങ്കിലും ആലീസിനാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീടിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സാലറി ബേസ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ വീട് നോക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വീട് നോക്കുക, ഏജൻസിക്ക് അതനുസരിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. അപ്പം നമ്മളെല്ലാം ഇങ്ങനെ ഓരോരുത്തരെയും അതിനെക്കുറിച്ചുള്ള എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് അവർ നോക്കുന്നത്, എങ്ങനെ നോക്കിയാൽ എനിക്ക് വീട് കിട്ടും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനുവേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അത് കണ്ടിന്യൂ ആയി പോകത്തേ ഉള്ളൂ. നമുക്ക് വീട് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒത്തിരി പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഡിമാൻഡ് വീടിന്റെ കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വീടിന് ഇപ്പം 1250 അത്രയാ പൗണ്ട്സ് ആണെങ്കിലും ഇതേപോലത്തെ ഒരു വീട്, ഇത്രയും പോലും സ്പേഷ്യസ് അല്ലാത്ത, ഇത്രയും പോലും കാര്യങ്ങളൊന്നും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു വീട് വെസ്റ്റേണിൽ ചോദിച്ചാലും ഇത്ര തന്നെ റെന്റാണ്. അപ്പൊ ഇത് ഇവർക്കൊരു ലക്കാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ റൈറ്റ് മൂവോ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് നോക്കിയാലും ബ്രിസ്റ്റോളില് റേറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ചേട്ടൻ തന്നെ ചേട്ടനുള്ള ചേച്ചിയാണ് ഇന്നലെ പറയുമായിരുന്നു, ഇവരെ ചർച്ചിലുള്ള ഒരാട് 1800 പൗണ്ട്സ് ആണ് ഒരു മാസത്തെ വില്ല. അത് ഇത്രയും പോലും എനിക്ക് തോന്നുന്നു 3 bedroom ഉണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനാണെങ്കിൽ ഇത്രയും ഒരു സ്പേസും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഇത്രയും ഇല്ല. എന്നിട്ടും അത്രയും റെന്റ് വന്നു. അപ്പം ഇത് ഇവർക്കൊരു ഭാഗ്യത്തിനാണ് ഈ ഒരു വീട് കിട്ടിയത്. അതുപോലെ എല്ലാവരും നിങ്ങൾക്ക് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്യുക. ബുദ്ധിമുട്ടാണ് കുറച്ച്, പക്ഷെങ്കിൽ കിട്ടാതിരിക്കത്തില്ല അല്ലേ? ഓരോരുത്തരും ഇങ്ങനെ ഇപ്പൊ ചേട്ടനൊക്കെ അവിടുന്ന് മൂവ് ചെയ്തപ്പോൾ തന്നെ ആ വീട് പോയല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടും എപ്പോഴെങ്കിലും. അപ്പൊ അത് ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വീടിന്റെ വിശേഷങ്ങളൊക്കെ. അപ്പൊ ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് പിന്നെ ഇറങ്ങും. കഴിഞ്ഞിട്ട് വൈകിട്ട് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇവര് ഞങ്ങളെ അവിടെ വീട്ടില് വെസ്റ്റേണിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം. അപ്പം നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് രാവിലെ ഇറങ്ങുവാണ്. എല്ലാവരും റെഡിയായി. ചേട്ടൻ ഞങ്ങളെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യും. ഇത് കഴിഞ്ഞ് പിന്നെ തീരുമ്പോഴത്തേക്കിന് വരാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ടൗണിലോട്ട് ഞങ്ങൾ പ്രൈമാർക്കിനോട്ട് പിന്നെയും പോകും. പിന്നെ ചേച്ചിയുടെ ക്ലാസ് കഴിയുന്ന ടൈം അനുസരിച്ച് ചേട്ടൻ അങ്ങോട്ട് വരും. അയ്യോ നല്ല തണുപ്പ്. ടീച്ചറമ്മ ഉദ്യോഗം കഴിഞ്ഞ് വന്നു ഗായ്സ്. അങ്ങനെ ചേച്ചിയുടെ ക്ലാസ് കഴിഞ്ഞ് ചേച്ചിയും കൂട്ടി ഇനി നമ്മൾ വെസ്റ്റേണിലോട്ട്.
കുട്ട ചേച്ചി ഡോറ് തുറക്കുവാ. ബൈ ബൈ ബൈ. സീ യു. ശരി കാണാം. ബൈ കുട്ട ബൈ.